നമസ്കാരം കൂട്ടുകാരെ, 2007 പുറത്തിറങ്ങിയ രസകരമായ ഒരു ആക്ഷൻ ചലച്ചിത്രം വാറെന്നാണ് ആ ചലച്ചിത്രത്തിന്റെ പേര്. പാർട്ട്നേഴ്സായ 2 FBI ഉദ്യോഗസ്ഥർ ഒരിക്കലും ഒരു ജാപ്പനീസ് യാക്കുസ സംഘത്തിനെതിരെ ഫൈറ്റ് ചെയ്യുകയാണ്. ആ പോരാട്ടത്തിൽ അവരെ എതിരിട്ടത് മുമ്പ് CIA ഏജന്റായിരുന്ന, ഇപ്പോൾ ഒരു അസാസിനായി ജോലി നോക്കുന്ന വളരെ മികച്ച സ്കില്ലുകളുള്ള റോഗ് എന്ന വ്യക്തിയായിരുന്നു. റോഗിനെയെന്ന് അവർ വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. റോഗ് കൊല്ലപ്പെട്ടു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പുഴയിലേക്ക് വീണ റോഗിന്റെ മൃതശരീരം കണ്ടു കിട്ടിയതുമില്ല. പക്ഷേ റോഗ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. 2 പാർട്ട്നേഴ്സിൽ ഒരാളുടെ കുടുംബത്തെ മുഴുവൻ റോഗ് വകവരുത്തുകയാണ്. പിന്നീട് റോഗിനെ പിടികൂടുവാനായി കൂട്ടത്തിലെ അടുത്ത പാർട്ട്ണർ നടത്തുന്ന ശക്തമായ അന്വേഷണവും എന്തൊക്കെ സംഭവിക്കുന്നു എന്നതുമാണ് ഏറെ ത്രില്ലിംഗ് ആയ ഈ ചലച്ചിത്രത്തിന്റെ കഥ. വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് 2 FBI ഏജന്റ്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജോൺ ക്രോഫോർഡ് എന്നും ടോം ലോൺ എന്നുമാണ് ഇരുവരുടെയും പേരുകൾ. സാൻ ഫ്രാൻസിസ്കോയിലെ തുറമുഖത്തോട് ചേർന്നുള്ള വെയർഹൌസിൽ ഇരുവരും അന്നൊരു ഓപ്പറേഷനിലായിരുന്നു. മറഞ്ഞിരുന്ന ടോം ക്രോഫോർഡ് സിഗരറ്റ് വലിച്ചിരിക്കാൻ തുടങ്ങി. ഉടൻ ലോൺ ചോദിച്ചു, നീ ഇതെന്തായി ചെയ്യുന്നേ? സിഗരറ്റ് വലിക്കുന്നോ? നിന്റെ കെട്ടിയോൾക്ക് ഇക്കാര്യം അറിയാമോടാ? പൊതുവെ ടോം ക്രോഫോർഡ് അങ്ങനെ സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അതുകൊണ്ടായിരുന്നു ലോൺ അത് ചോദിച്ചതും. തന്റെ ഭാര്യയ്ക്ക് അറിയില്ലെന്നും നീയായിട്ട് അത് പോയി എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട എന്നും ക്രോഫോർഡ് മറുപടി പറഞ്ഞു. ചെറിയൊരു കളിയാക്കി ചിരിച്ചിരിച്ച് അവനാകട്ടെ ഞാൻ പറയില്ല എന്ന് ക്രോഫോർഡിന് മറുപടിയും കൊടുത്തു. ശേഷം പല്ലുകുത്തുന്ന സ്റ്റിക്ക് എടുത്ത് സിഗരറ്റ് വലിക്കാൻ തോന്നുമ്പോ ഇത് ഉപയോഗിച്ചാൽ മതിയെന്നും പതിയതങ്ങ് നിന്നുപൊക്കോളും എന്നും ലോൺ ക്രോഫോർഡിനോട് പറഞ്ഞു. ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. ക്രോഫോർഡ് അതെടുത്ത് എറിഞ്ഞുകളഞ്ഞു. അവർക്ക് പിന്നിൽ അപ്പോൾ വലിയൊരു ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ലോൺ ക്രോഫോർഡിനോട് എത്ര ഷൂട്ടേഴ്സ് ഉണ്ട്, നീ എത്ര പേരെ എണ്ണി എന്ന് ചോദിച്ചു. 5ഓ 6ഓ ഉണ്ട് എന്നായിരുന്നു ക്രോഫോർഡിന്റെ മറുപടി. മുമ്പോട്ട് തന്നെ പോവുകയല്ലേ എന്ന് ലോൺ എടുത്തു ചോദിച്ചു. ശേഷം അവർ അവരുടെ ഓപ്പറേഷനുമായി മുമ്പോട്ട് നീങ്ങി. ഗണ്ണുകൾ ലോഡ് ചെയ്ത് ഒരാക്രമണത്തിന് തയ്യാറെന്ന പോലായിരുന്നു അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ചൈനീസ് മാഫിയ സംഘവും ജാപ്പനീസ് യാക്കുസയും ആ പ്രദേശങ്ങളിൽ എന്തോ ആക്രമണം നടത്തുന്നുണ്ട്. ഓരോ വശവും ചെക്ക് ചെയ്ത് അവർ ക്യാബിനിന്റെ ഡോർ ഭാഗത്തെത്തി. അവിടെ മറഞ്ഞു നിൽക്കുമ്പോൾ നിലത്ത് വീണുകിടന്നിരുന്ന ഒരു ബുള്ളറ്റ് കേസിംഗ് ക്രോഫോർഡ് കാണുന്നുണ്ട്. ആ ടൈറ്റാനിയം ബുള്ളറ്റ് കേസിംഗ് കണ്ടതും അത് റോഗ് എന്ന അസാസിന്റേതാണ് എന്ന് ക്രോഫോർഡ് മനസ്സിലാക്കുന്നു. അതിൽ റോഗിന്റെ സിംബലും ഉണ്ടായിരുന്നു. ക്രോഫോർഡ് ലോണിനെ വാൺ ചെയ്യാൻ ശ്രമിച്ചപ്പോഴേക്കും ലോൺ അകത്തേക്ക് കയറി കഴിഞ്ഞിരുന്നു. അവിടെ അകത്ത് പ്രശ്നമുണ്ടാക്കുന്ന ചൈനീസ് മാഫിയ സംഘത്തെ അവൻ കണ്ടു. പിന്നെ അവിടെ ഒരു ഷൂട്ടൌട്ട് നടക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മാഫിയ സംഘത്തിലെ പലരെയും ലോൺ വിദഗ്ധമായി വെടിവെച്ചു കൊന്നു. പുറത്ത് ഒരു നിമിഷം ശങ്കിച്ചു നിന്നിരുന്ന ക്രോഫോർഡ് ആകട്ടെ തന്റെ പാർട്ട്ണറെ തനിച്ചുവിടാൻ പറ്റില്ലെന്ന് തിരിച്ചറിഞ്ഞ് അകത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ഷൂട്ടൌട്ടിൽ അവനും ജോയിൻ ചെയ്യുന്നു. അവരിരുവരും ചേർന്ന് മാഫിയ സംഘത്തിലെ നിരവധി പേരെ വെടിവെച്ചു കൊല്ലുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ക്രോഫോർഡ് റോഗിന്റെ മുമ്പിൽപ്പെട്ട് വെടിയേറ്റ് ചാവേണ്ടതായിരുന്നു. ഭാഗ്യവശാൽ ലോൺ കടന്നുവന്ന് റോഗിനെ വെടിവെച്ചു വീഴ്ത്തി. ലോണിന്റെ വെടിയേറ്റ റോഗാകട്ടെ ഏറെ ആഴമുള്ള ബോട്ട് ജെട്ടിയുടെ ഭാഗത്തെ വെള്ളത്തിലേക്ക് വീണു. ലോൺ ഓടിവന്ന് ക്രോഫോർഡിനെ നോക്കി. അവന് പ്രത്യേകിച്ചൊന്നും പറ്റിയിരുന്നില്ല. സുരക്ഷിതനായിരുന്നു. ക്രോഫോർഡിനെ ലോൺ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റ് വന്ന ക്രോഫോർഡ് റോഗിനെ നീ കൊന്നെന്നുറപ്പാണോ എന്ന് ചോദിച്ചു. ആണെന്നും അവന്റെ മുഖത്താ വെടിയേറ്റത് എന്നുമായിരുന്നു ലോണിന്റെ മറുപടി. അയാളെ കൊന്നുവെന്ന് പലരും പറഞ്ഞിട്ടുണ്ടെന്നും പക്ഷേ അയാൾ ഇന്നേ വരെ കൊല്ലപ്പെട്ടിട്ടില്ലെന്നും ഒരു മിത്ത് പോലാണ് റോഗിനെ പറ്റിയുള്ള കഥകൾ ഉള്ളതെന്നും CIA വേണ്ടി പോലും അയാൾ ജോലി നോക്കിയിട്ടുണ്ടെന്നും മാഫിയ സംഘമാണ് ഇപ്പോൾ അയാളെ ഉപയോഗപ്പെടുത്തുന്നതെന്നും അത്രമേൽ അപകടകാരിയാണ് റോഗ് എന്ന അസാസിനെന്നും ക്രോഫോർഡ് വ്യക്തമാക്കി. തന്റെ കയ്യിൽ കിട്ടിയിരുന്ന ബുള്ളറ്റ് കേസിംഗ് ക്രോഫോർഡ് ലോണിനെ കാണിച്ചു. ശേഷം ഇതാണ് അവന്റെ അടയാളമെന്നും ലോണിനോട് എടുത്തു പറഞ്ഞു. ഇരുവരും സംസാരിച്ച് തിരിച്ചു നടക്കുമ്പോൾ പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവരോട് അനങ്ങാതെ നിൽക്കുവാൻ പോലീസ് ആവശ്യപ്പെട്ടു. ഇരുവരുമുടൻ തങ്ങളുടെ ബാഡ്ജ് എടുത്തു കാട്ടി. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ലോൺ തന്റെ വീട്ടിൽ ഫാമിലിക്കൊപ്പം സമയം ചിലവിടുകയായിരുന്നു. ക്രോഫോർഡിൽ നിന്നും ലോണിനൊരു കോൾ വന്നു. ലോണിന്റെ ഭാര്യ കോൾ എടുക്കുകയും ലോണിന് ഫോൺ കൈമാറുകയും ചെയ്തു. സിഗരറ്റും വായിൽ വെച്ചായിരുന്നു ക്രോഫോർഡ് ലോണിന് ഫോൺ ചെയ്തത്. അത് കണ്ട് ക്രോഫോർഡിനടുത്തേക്ക് വന്ന അവന്റെ ഭാര്യ ആ സിഗരറ്റ് എടുത്തു മാറ്റി. ശേഷം ഷോപ്പിങ്ങിനായി മകനെയും കൂട്ടി പുറത്തേക്ക് പോയി. ക്രോഫോർഡും ലോണും സംസാരം തുടരാൻ ആരംഭിച്ചു. റോഗിനെ പറ്റിയായിരുന്നു അവരുടെ സംസാരം
സംസാരമുണ്ടായത്. അതുവരേക്കും റോഗിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടില്ലെന്നും റോഗ് കൊല്ലപ്പെട്ടു എന്ന വിലയിരുത്തലിൽ കേസ് ക്ലോസ് ചെയ്തു എന്നുമായിരുന്നു ലോൺ പറഞ്ഞത്. സംസാരത്തിന് ശേഷം അവർ ഫോൺ കട്ട് ചെയ്തു. അന്ന് വൈകുന്നേരം ക്രോഫോർഡും ഫാമിലിയും ലോണിന്റെ വീട്ടിൽ ഒരു വിരുന്നിനെന്ന പോലെ വൈകിട്ട് വരുന്നുണ്ടായിരുന്നു. ലോൺ അതിനുവേണ്ട തയ്യാറെടുപ്പുകളിലേക്ക് കടന്നു. ഇതേ സമയം ലോണിന്റെ വീടിന്റെ പരിസരത്തേക്ക് ഒരു കാർ വന്ന് നിന്നിരുന്നു. അത് റോഗായിരുന്നു. റോഗ് കൊല്ലപ്പെട്ടിരുന്നില്ല. ലോൺ ബാത്റൂമിലായിരുന്ന സമയത്ത് റോഗ് അവന്റെ വീട്ടിലേക്ക് കടന്നു കയറി ലോണിന്റെ ഭാര്യയെ കടന്നാക്രമിച്ചു. ഭാര്യ അലറി വിളിച്ച് ഓടി മുറിയിൽ ഒളിച്ചു. അവരുടെ ശബ്ദം കേട്ട് ലോൺ വേഗം പുറത്തേക്കിറങ്ങി വന്നു. പക്ഷേ റോഗ് ലോണിന്റെ മുഖത്ത് തന്നെ വെടിവെച്ചിരുന്നു. വാതിൽ തകർത്ത് റോഗ് ലോണിനെ അവന്റെ ഭാര്യയും കുട്ടിയും മറിഞ്ഞിരുന്ന ആ മുറിയിലേക്ക് വീഴ്ത്തി. അധികം വൈകിയില്ല. ലോണിന്റെ ഭാര്യയെയും മകളെയും റോഗ് വെടിവെച്ചു കൊന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നതിനു മുമ്പ് റോഗ് ആ വീടിനെ തീ തന്നെ വെച്ചിരുന്നു. വൈകിട്ട് വിരുന്നിനായി അങ്ങോട്ടേക്കെത്തിയ ക്രോഫോർഡും ഫാമിലിയും കാണുന്നത് കത്തിയെരിഞ്ഞ് ലോണിന്റെ വീടാണ്. പോലീസും ഫയർഫോഴ്സും അടക്കം അവിടുണ്ട്. ഭീതിയോടെ ക്രോഫോർഡ് അകത്തേക്ക് കയറി ചെന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ക്രോഫോർഡിനെ തടഞ്ഞെങ്കിലും തന്റെ ബാഡ്ജ് കാണിച്ചതും അദ്ദേഹം അയാളെ അകത്തേക്ക് പോവാൻ അനുവദിച്ചു. 3 പേരുടെ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ് ലഭിച്ചിട്ടുണ്ട് എന്ന് ക്രോഫോർഡിനോട് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ലോണും കുടുംബവും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് ക്രോഫോർഡ് തിരിച്ചറിയുകയായിരുന്നു. അകത്തേക്ക് കയറി ക്രോഫോർഡ് ഒരു തിരച്ചിൽ നടത്തി. അകത്തുനിന്നും റോഗിന്റെ സിംബലുള്ള വെടിയുണ്ടയുടെ കേസിംഗ് ക്രോഫോർഡിന് കിട്ടുകയാണ്. അതിനു പിന്നിൽ പ്രവർത്തിച്ചത് റോഗാണ് എന്ന് ആ നിമിഷം ക്രോഫോർഡ് മനസ്സിലാക്കുന്നു. ആ സമയം അങ്ങോട്ടേക്ക് മറ്റൊരു ഉദ്യോഗസ്ഥൻ കടന്നു വന്നു. CSI കേസ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണെന്നും എല്ലാവരും ഇവിടെ നിന്ന് പുറത്തു കടക്കണം എന്നും ക്രോഫോർഡിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്രോഫോർഡ് അതോടെ പുറത്തിറങ്ങുകയാണ്. തന്റെ കയ്യിലിരുന്ന ബുള്ളറ്റ് ഷെല്ലിലേക്ക് പ്രതികാര ബുദ്ധിയോടെ ക്രോഫോർഡ് നോക്കുന്നുമുണ്ട്. പിന്നീട് 3 കൊല്ലത്തിനു ശേഷം ഒരു ക്ലബിലേക്ക് സ്പോർട്സ് കാറിൽ ഒരു വ്യക്തി കടന്നെത്തുകയാണ്. ക്ലബിനകത്തേക്കും അയാൾ കടന്നു കയറി. യാക്കുസയുടെ കീഴിലുള്ള ഒരു ക്ലബായിരുന്നു അത്. ക്ലബിനകത്തേക്ക് കയറിയ മിസ്റ്ററി മാൻ അവിടെ വലിയൊരു ആക്രമണം നടത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന യാക്കുസ മെമ്പേഴ്സ് അടക്കം കുറെ പേരെ കൊലപ്പെടുത്തുന്നു. ഒരു ഘട്ടത്തിൽ സ്ഫോടനത്തിലൂടെ ഒരു മുറിയിലുള്ള യാക്കുസ മെമ്പേഴ്സിനെ മുഴുവൻ ആ മിസ്റ്ററി മാൻ കൊലപ്പെടുത്തുന്നുണ്ട്. ശേഷം ആ മുറിയിലേക്ക് അയാൾ നടന്നു കയറി. അപ്പോഴാണ് അയാളുടെ മുഖം വ്യക്തമാകുന്നത്. അത് അസാസിനായ റോഗായിരുന്നു. അകത്തേക്ക് നടന്നു കയറി ചെന്ന റോഗ് ജീവൻ അവശേഷിച്ച് ആ യാക്കുസ ഗ്രൂപ്പിന്റെ തലവനായിട്ടുള്ള അവിടെ ഉണ്ടായിരുന്ന വ്യക്തിക്ക് മുമ്പിൽ വന്നു നിന്നു. നീ എന്തിനാ ഞങ്ങളെ ചതിക്കുന്നത് എന്നയാൾ റോഗിനോട് ചോദിച്ചു. മറുപടി പറയാൻ റോഗ് നിന്നില്ല. വെടിവെച്ച് അയാളെ കൊന്നുകളഞ്ഞു. മറുവശത്ത് ക്രോഫോർഡ് ആകട്ടെ തന്റെ സുഹൃത്ത് ലോണിനെ വകവരുത്തിയ റോഗിനെതിരെ പ്രതികാരം ചെയ്യാൻ ഉറച്ചിരുന്നു. നടക്കുന്ന സംഭവങ്ങൾ അത്രയും ക്രോഫോർഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. റോഗിനു വേണ്ടി അയാൾ അന്വേഷണം കടുപ്പിച്ചു. വൈകാതെ ഒരു കാര്യം ക്രോഫോർഡ് മനസ്സിലാക്കി. റോഗ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ചൈനീസ് മാഫിയക്ക് വേണ്ടിയാണ്. ചാങ് എന്ന ചൈനീസ് മാഫിയ തലവന് കീഴിലാണ്. ഷിറോ എന്ന ജാപ്പനീസ് യാക്കുസ തലവന്റെ ക്ലബിലായിരുന്നു അന്ന് റോഗ് കൊലപാതകങ്ങൾ അത്രയും നടത്തിയത്. മറുവശത്ത് ചൈനീസ് മാഫിയ ഗ്രൂപ്പിലെ പലരെയും യാക്കുസയ്ക്ക് വേണ്ടിയും അവൻ കൊലപ്പെടുത്തുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 2 കൂട്ടരോടും കള്ളം പറഞ്ഞ് യാക്കുസയുടെയും ചൈനീസ് ഗ്യാങ്ങിന്റെയും ഭാഗത്തുനിന്ന് പരസ്പരം പലരെയും റോഗ് തന്നെ കൊലപ്പെടുത്തുന്നുണ്ടായിരുന്നു. ചൈനീസ് മാഫിയക്കും യാക്കുസ സംഘത്തിനും റോഗ് ഇത് പ്രവർത്തിക്കുന്നത് മനസ്സിലായതുമില്ല. ഒരു ഘട്ടത്തിൽ ചൈനീസ് മാഫിയ സംഘത്തിന്റെ കയ്യിലുള്ള ചൈനീസ് മാഫിയ തലവൻ ചാങ്ങിന്റെ പാരമ്പര്യ സ്വത്തായ 2 സ്വർണ്ണ കുതിരകളടങ്ങിയ പെട്ടിയും റോഗ് കൈവശപ്പെടുത്തുന്നുണ്ട്. മറുവശത്ത് ഏഷ്യൻ ഓർഗനൈസ്ഡ് ക്രൈം യൂണിറ്റിന്റെ തലവനായ FBI ഏജന്റ് ക്രോഫോർഡ് റോഗിനെ പിടികൂടാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആശ്രമത്തിൽ ക്രോഫോർഡ് തന്റെ ഫാമിലിയുമായി പോലും അകന്നു. ലോണിനു വേണ്ടി പ്രതികാരം ചെയ്യണം എന്നായിരുന്നു ക്രോഫോർഡിന്റെ മനസ്സിൽ നിറഞ്ഞിരുന്നത്. റോഗ് ഇത്തരത്തിൽ ചൈനീസ് മാഫിയക്കും യാക്കുസ സംഘത്തിനുമിടയിൽ കൊലപാതകങ്ങൾ നടത്തി മുന്നേറുമ്പോൾ പല അവസരത്തിലും ക്രോഫോർഡ് അവനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഓരോ ഘട്ടത്തിലും റോഗ് മേൽക്കൈ നേടി രക്ഷപ്പെട്ടു പോയിക്കൊണ്ടേയിരുന്നു. ഇതിനിടയിൽ അന്വേഷണത്തിൽ ഒരു കാര്യം ക്രോഫോർഡ് മനസ്സിലാക്കുന്നു. റോഗ് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഫേസ് മാറ്റിയിട്ടുണ്ട് എന്നതായിരുന്നു അത്. അന്വേഷണത്തിനിടയിൽ ക്രോഫോർഡിന് ചില വ്യക്തമായ തെളിവുകളും കിട്ടി. യാക്കുസ സംഘത്തിലെ കുറെ അസാസിനുകളെ റോഗ് കൊലപ്പെടുത്തുന്നതിന്റെ ഫോട്ടോസ് ആയിരുന്നു അത്. ഒരു ഘട്ടത്തിൽ ചൈനീസ് മാഫിയ തലവൻ ചാങ്ങിനെയും കുടുംബത്തെയും വകവരുത്താൻ റോഗിന് യാക്കുസ നേതാവ് ഷിറോയുടെ ഓർഡർ വരികയാണ്. ചൈനീസ് ഗ്യാങ്ങിന്റെ തന്നെ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്ന റോഗിന് ചൈനീസ് മാഫിയ തലവൻ ചാങ്ങിനെ വകവരുത്തൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. ചാങ്ങിനെ റോഗ് കൊന്നെങ്കിലും ചാങ്ങിന്റെ ഭാര്യയെയോ കുട്ടിയെയോ കൊല്ലുവാൻ റോഗ് തയ്യാറായില്ല. അവരെ രക്ഷപ്പെട്ടു പോകുവാൻ റോഗ് അനുവദിച്ചു. അതിനുവേണ്ട സഹായങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷേ യാക്കുസ നേതാവ് ഷിറോക്കടുത്ത് അവരെയും കൊലപ്പെടുത്തി എന്നാണ് റോഗ് റിപ്പോർട്ട്
റിപ്പോർട്ട് ചെയ്തത്. റോഗ് അതൊക്കെ പ്രവർത്തിക്കുന്നതിന്റെ തെളിവുകൾ പക്ഷേ ക്രോഫോർഡിന്റെ കയ്യിൽ ലഭിച്ചിരുന്നു. റോഗ് ഡബിൾ പ്ലേ കളിക്കുകയാണെന്നും യാക്കുസ ഗ്രൂപ്പിനെയും റോഗ് വഞ്ചിക്കുകയാണെന്നും ക്രോഫോർഡ് തിരിച്ചറിയുന്നു. ചൈനീസ് മാഫിയ തലവൻ ചാങ് കൊല്ലപ്പെട്ടതോടെ ഷിറോ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് തന്റെ ബിസിനസ് വളർത്തുവാൻ എത്തിച്ചേരുകയാണ്. ഷിറോ എത്തിയ വിവരമറിഞ്ഞ് ക്രോഫോർഡ് യാക്കുസ നേതാവ് ഷിറോയെ ചെന്ന് കാണുന്നുണ്ട്. പിന്നാലെ റോഗ് ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ ഷിറോയോട് ക്രോഫോർഡ് വിശദീകരിക്കുന്നു. ഷിറോ ഓർഡർ കൊടുത്തെങ്കിലും ചൈനീസ് മാഫിയ തലവൻ ചാങ്ങിന്റെ ഭാര്യയെയും കുട്ടിയെയും റോഗ് കൊലപ്പെടുത്തിയിട്ടില്ലെന്നും രക്ഷപ്പെടാൻ അനുവദിച്ചു എന്നതടക്കം ക്രോഫോർഡ് അയാളോട് പറയുന്നുണ്ട്. ശേഷം റോഗിന്റെ ലൊക്കേഷൻ തനിക്കൊറ്റിത്തരാനും ക്രോഫോർഡ് ആവശ്യപ്പെടുന്നു. പക്ഷേ യാക്കുസ തലവൻ ഷിറോ അതിന് തയ്യാറാകുന്നില്ല. റോഗ് പിന്നാലെ ചൈനീസ് മാഫിയ തലവൻ ചാങ്ങിന്റെ സമ്പാദ്യമായ ഇരട്ട സ്വർണ്ണ കുതിരകളുമായി യാക്കുസ തലവൻ ഷിറോയുടെ അടുത്തെത്തുന്നു. പക്ഷേ റോഗ് ചാങ്ങിന്റെ ഭാര്യയെയും കുട്ടിയെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് അതിനോടകം മനസ്സിലാക്കിയിരുന്ന ഷിറോ ആകട്ടെ അവരുടെ ലൊക്കേഷൻ പറഞ്ഞുകൊടുക്കാൻ റോഗിനോട് ആവശ്യപ്പെട്ടു. റോഗ് അത് വിസമ്മതിച്ചതോടെ തന്റെ ആളുകളോട് റോഗിനെ ആക്രമിക്കുവാനും അവനെ കൊണ്ടത് പറയിപ്പിക്കുവാനും ഷിറോ ഉത്തരവിടുകയാണ്. പിന്നെ അവിടെ നടക്കുന്നത് ശക്തമായൊരു ഫൈറ്റായിരുന്നു. മികച്ച ഫൈറ്റിംഗ് സ്കില്ലുള്ള റോഗാകട്ടെ ഷിറോയുടെ ആളുകളെ മുഴുവൻ വകവരുത്തി. ശേഷം താൻ കൊണ്ടുവന്ന സ്യൂട്ട് കേസിൽ ഒന്നിലൊളിപ്പിച്ച ബോംബ് ആക്ടിവേറ്റ് ചെയ്ത് അവിടെ ഒരു സ്ഫോടനം തന്നെ തീർത്തു. ബാക്കിയായത് റോഗും ഷിറോയും മാത്രമായിരുന്നു. ശേഷം ഷിറോയും റോഗും തമ്മിൽ ഒരു പോരാട്ടത്തിന് ആരംഭം കുറിക്കുകയാണ്. പോരാട്ടത്തിനിടയിൽ റോഗ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് യാക്കുസ തലവൻ ഷിറോ ചോദിക്കുന്നുണ്ട്. റോഗെന്ന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. ചൈനീസ് മാഫിയയെ താൻ കൊന്നത് ഷിറോയെ അങ്ങോട്ടേക്ക് വരുത്താൻ വേണ്ടിയായിരുന്നെന്നും ഷിറോയെ ഇപ്പോൾ ആക്രമിക്കുന്നത് ഷിറോയുടെ സംഘത്തെ ഇല്ലാതാക്കുന്നത് ഷിറോ ഒരു കുടുംബത്തെ കൊല്ലാനിട്ട ഓർഡർ കാരണമാണെന്നും റോഗ് വ്യക്തമാക്കി. അവിടെ വെച്ചാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. യാഥാർത്ഥ്യത്തിൽ റോഗായി അപ്പോൾ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ റോഗായിരുന്നില്ല. ലോണിനെയും ലോണിന്റെ കുടുംബത്തെയും റോഗ് കൊന്ന ദിവസം തന്റെ ഭാര്യയുടെയും മോളുടെയും മരണം ലോൺ കൺമുമ്പിൽ കണ്ടു. റോഗ് ശേഷം ലോണിനെ കൊല്ലാൻ തോക്ക് തലയിലേക്ക് വെച്ചെങ്കിലും റോഗിനെതിരെ തിരിച്ചടിച്ച് ലോൺ റോഗിനെ കൊലപ്പെടുത്തിയിരുന്നു. ശേഷം തന്റെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാൻ ഉത്തരവിട്ടവർക്കെതിരെ പ്രതികാരം തീർക്കാൻ ഉറപ്പിച്ചിരുന്ന ലോൺ അതിനുവേണ്ടി താൻ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ വരുത്തി തീർക്കുകയായിരുന്നു. അന്ന് കത്തിക്കരിഞ്ഞ ആണിന്റെ മൃതദേഹം ലഭിച്ചത് യഥാർത്ഥത്തിൽ റോഗിന്റേതായിരുന്നു. ലോണായിരുന്നു റോഗ് എന്ന് പറഞ്ഞ് മറ്റൊരു മുഖത്തിലേക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കയറിയതും. ശേഷം ഷിറോയെ അങ്ങോട്ടേക്ക് എത്തിക്കുവാൻ യാക്കുസയ്ക്കും ചൈനീസ് സംഘത്തിനും ഇടയിൽ ഒരുപോലെ റോഗായി ലോൺ ജോലി നോക്കി. അവരെ തമ്മിൽ തല്ലിക്കുകയും ചൈനീസ് മാഫിയ സംഘത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്തു. അങ്ങനെ ഷിറോ തന്റെ കൺമുമ്പിലെത്തി. തന്റെ കുടുംബത്തെ കൊല്ലാൻ ഉത്തരവിട്ട യാക്കുസ തലവൻ ഷിറോ തന്നെ തന്റെ കൺമുമ്പിൽ നിൽക്കുന്നത് റോഗല്ല മറിച്ച് ലോണാണെന്ന് ആ നിമിഷം ഷിറോ തിരിച്ചറിയുകയാണ്. വൈകാതെ ഷിറോയെ കൊലപ്പെടുത്തുവാൻ ലോൺ മുന്നിട്ട് വന്നു. ആ സമയം ഭയന്ന ഷിറോ ജീവനായി അപേക്ഷിച്ച് ഒരു കാര്യം അവനോട് പറഞ്ഞു. യാഥാർത്ഥ്യത്തിൽ ലോണിന്റെ പാർട്ട്ണറും FBI ഏജന്റുമായിരുന്ന ക്രോഫോർഡ് യാക്കുസ ഗ്രൂപ്പിന്റെ ചാരനായിരുന്നു. അന്നവർ തുറമുഖത്ത് ആക്രമണം നടത്തുമ്പോൾ അതുകൊണ്ടായിരുന്നു ആദ്യമൊക്കെ ആക്രമിക്കാൻ മടിച്ച് ക്രോഫോർഡ് മാറി നിന്നതും പിന്നീട് യാക്കുസ സംഘത്തിന് ആവശ്യപ്പെട്ടപ്പോൾ ലോണിന്റെ അഡ്രസ്സൊക്കെ കൈമാറുന്നതും ക്രോഫോർഡ് തന്നെയായിരുന്നു. താൻ അറിഞ്ഞ ആ വിവരം ലോണിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നുണ്ട്. തന്റെ സുഹൃത്തായിരുന്ന പാർട്ട്ണറായ ക്രോഫോർഡ് തന്നെ ഇങ്ങനെ ചതിക്കും എന്ന് ലോൺ ഒരിക്കലും കരുതിയിരുന്നില്ല. ദേഷ്യത്തിൽ റോഗായിട്ടുണ്ടായിരുന്ന ലോൺ അവിടെ വെച്ച് തന്നെ യാക്കുസ തലവൻ ഷിറോയുടെ തല വെട്ടിയെടുത്തു. അടുത്ത ദിവസം ചൈനീസ് മാഫിയ തലവൻ ചാങ്ങിന്റെ ഭാര്യയ്ക്ക് ഒരു പാഴ്സൽ വന്നു. അതിനകത്തുണ്ടായത് അവരുടെ പാരമ്പര്യ സ്വത്തായ സ്വർണ്ണ കുതിരയായിരുന്നു. അത് വെച്ച് പുതിയൊരു ജീവിതം ആരംഭിക്കൂ എന്നൊരു മെസ്സേജും അതിലുണ്ടായിരുന്നു. അതയച്ചത് ലോണായിരുന്നു. ഏതാണ്ട് അതേസമയം ജപ്പാനിലുള്ള യാക്കുസ തലവൻ ഷിറോയുടെ മകൾക്കും ഒരു പാഴ്സൽ വന്നു. അതിനകത്തുണ്ടായിരുന്നതാകട്ടെ ഷിറോയുടെ വെട്ടിയെടുത്ത തലയായിരുന്നു. വൈകാതെ ക്രോഫോർഡിനെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് റോഗായി തന്നെ ലോൺ ക്രോഫോർഡിനെ ഫോൺ ചെയ്യുകയാണ്. അവരുടെ ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ നടന്ന പഴയ അതേ ഡോക്ക് വെയർഹൌസിലേക്ക് വരാനായിരുന്നു റോഗ് ക്രോഫോർഡിനോട് ആവശ്യപ്പെട്ടത്. മീറ്റിംഗ് പോയിന്റും സമയവും കിട്ടിയതും റോഗിനെ വകവരുത്താൻ ക്രോഫോർഡ് തന്റെ കൂടെയുള്ള ഒരു സ്നൈപ്പർ ഏജന്റിനെ ഏർപ്പാടാക്കി. ജോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. വെയർഹൌസിൽ വെച്ച് ക്രോഫോർഡും റോഗും കണ്ടുമുട്ടുകയാണ്. പിന്നാലെ അവർക്കിടയിൽ ഒരു ഫൈറ്റ് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഫൈറ്റിനിടയിൽ ഒരു ഘട്ടത്തിൽ തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി റോഗ് ക്രോഫോർഡിനോട് വെളിപ്പെടുത്തി. തന്റെ മുമ്പിൽ റോഗായി നിൽക്കുന്നത് ലോൺ
ലോണാണെന്നത് ക്രോഫോർഡിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ആകെ തകർന്നുപോയ ക്രോഫോർഡ് ലോൺ ചോദിച്ചപ്പോ താൻ യാക്കുസയ്ക്കു വേണ്ടി വർക്ക് ചെയ്ത കാര്യവും ലോണിന്റെ അഡ്രസ് പറഞ്ഞുകൊടുത്തതടക്കം അവനോട് ഏറ്റുപറയുകയാണ്. പക്ഷേ അഡ്രസ് കൊടുക്കുമ്പോഴും ലോണിനോ കുടുംബത്തിനോ ഇത്തരത്തിലൊരു അവസ്ഥ വരുമെന്ന് താനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അവർ ഒന്ന് പേടിപ്പിക്കുകയോ മറ്റോ ചെയ്യുകയുള്ളൂ എന്നാണ് താൻ കരുതിയിരുന്നത് എന്നും ക്രോഫോർഡ് പറയാൻ ശ്രമിച്ചു. ലോൺ കൊല്ലപ്പെട്ടെന്ന് കരുതി താൻ പ്രതികാരം തീർക്കാൻ ശ്രമിച്ചതത്രയും സത്യസന്ധമായിട്ടാണെന്നും അവൻ വ്യക്തമാക്കി. തന്നോട് ക്ഷമിക്കാൻ പറ്റുമോ എന്നും ക്രോഫോർഡ് റോക്കായി മുമ്പിൽ നിൽക്കുന്ന ലോണിനോട് തിരക്കി. പക്ഷേ ഒരിക്കലും സാധിക്കില്ല എന്നായിരുന്നു ലോണിന്റെ മറുപടി. ഈ സമയം ലോണിന് നേരെ വെടിയുതിർക്കുവാൻ ക്രോഫോർഡ് നിയോഗിച്ച സ്നൈപ്പർ തയ്യാറെടുക്കുകയായിരുന്നു. അത് തടയുവാൻ ക്രോഫോർഡ് ലോണിന്റെ മുമ്പിലേക്ക് വന്നു നിന്നു. വൈകിയില്ല, ലോൺ ക്രോഫോർഡിന്റെ പിന്നിൽ വെടിയുതിർത്ത് വീഴ്ത്തി. ക്രോഫോർഡ് കൊല്ലപ്പെട്ടു. ശേഷം പുതിയൊരു ജീവിതത്തിനായി ലോൺ ആ നഗരം വിട്ട് മറ്റൊരിടത്തേക്ക് യാത്ര തിരിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. ഏറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഈ ചെറിയ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.